വഖഫ് ഭേദഗതി ബിൽ ഭരണഘടന തകർത്തത് മനുസ്മൃതി കൊണ്ടുവരാനുള്ള ഗൂഢശ്രമം തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി. ആർട്ടിസ്റ്റുകൾ ചരിത്രമെഴുതുന്നുണ്ട്. ഇന്ത്യയുടെ യഥാർത്ഥമായ ചരിത്രം കണ്ടെത്തണം. ഇന്ന് മാർക്കില്ലാത്തവർക്ക് കടന്നുകൂടാനുള്ള ഒരു സബ്ജക്റ്റായി ചരിത്രം അതിപ്പതിച്ചിരിക്കുന്നു. ഹിസ്റ്ററി അത് മാറണം. ഇന്ത്യയുടെ യഥാർത്ഥമായ ചരിത്രം കണ്ടെത്തിയാൽ, അത് പഠിപ്പിച്ചാൽ, അത് പഠിച്ചാൽ ഇന്ന് കാണുന്ന ഈ അലോസരങ്ങൾക്കൊക്കെ കൃത്യമായ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തിനാണ് ഇവിടെ മുസ്ലിം സമുദായം ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത്? എന്തിനാണ് ഇവിടെ ഈ സമ്മേളനം കൂടിയത്? ഒരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിങ്ങൾക്ക് വലിയ കനത്ത ഭയമുണ്ട്, ആശങ്കയുണ്ട്. 1528 അയോധ്യയിൽ ബാബരി മസ്ജിദ് നിർമ്മിച്ചു ബാബരി ചക്രവർത്തി. ആർക്കും തർക്കമില്ല. അന്നുമുണ്ട് ശ്രീരാമൻ്റെ അനുയായികൾ, ശ്രീരാമദേവൻ്റെ അനുയായികൾ അന്നുമുണ്ട്, യു പിയിലുണ്ട്. പക്ഷെ ആർക്കും തർക്കമില്ല. കാരണം അന്നത്തെ ആളുകൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അറിയാം. അതുകൊണ്ട് കൊല്ലം രാജ്യത്തിന്റെ ഭരണഘടന തകർത്ത് മനുസ്മൃതി കൊണ്ടുവരാനുള്ള ഗൂഢശ്രമമാണ് വഖഫ് ഭേദഗതിയിലൂടെ RSS നിയന്ത്രിത BJP ഭരണകൂടം നടത്തുന്നതെന്ന് ദക്ഷിണ കേരളം ജമായത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി. വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി SDPI കൊല്ലത്ത് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലിക്ക് ശേഷം പീരങ്കി മൈതാനിയിൽ നടന്ന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ അസ്തിത്വമാണ് തകർക്കപ്പെടുന്നത്. വഖഫ് ഭേദഗതി ബിൽ രാജ്യത്തിന്റെ ഭരണഘടനയുടെ കഴുത്തിൽ കത്തുവെക്കുന്നതാണെന്നും ഭരണഘടനയെ തകർക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ഭരണകർത്താക്കളെ ആദരിക്കുന്നത് ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യ രാജ്യം പിന്തുടരുന്നു എന്നതുകൊണ്ടാണ്. വൈവിധ്യങ്ങളുടെ പൂന്തോട്ടമാണ് ഇന്ത്യ. മസ്ജിദുകളും ക്ഷേത്രങ്ങളും ചർച്ചുകളും ഗുരുദ്വാരകളും ഉൾപ്പെടെയുള്ള ആരാധനാ കേന്ദ്രങ്ങൾ മതേതരത്വത്തിന്റെ ചിഹ്നമാണ്. ഇതിലേതെങ്കിലും ഒന്നിനു നേരെയുള്ള അതിക്രമം രാജ്യത്തിന്റെ മതേതരത്വത്തിനെതിരായുള്ള വെല്ലുവിളിയാണ്. SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. പൗരന്മാരുടെ പൊക്കിൽക്കുടി ബന്ധം ചോദ്യം ചെയ്യുന്നവർക്കെതിരായി ചെറുത്തുനിൽപ്പുകളാണ് രാജ്യത്ത് ഉയരേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയവരുടെയും ജീവത്യാഗം വരിച്ചവരുടെ തലമുറ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതേസമയം അധിനിവേശത്തോടൊപ്പം നിൽക്കുകയും സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരും ഇന്ന് രാജ്യസ്നേഹികളായി ചമയുന്നു. തങ്ങൾ അടങ്ങിയിരിക്കുകയില്ലെന്നും നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമസ്ത കേരള ജമായത്തുൽ ഉലമ വർക്കിംഗ് സെക്രട്ടറി തടിക്കാട് സയ്യിദ് ഫൈസി, SDPI ദേശീയ പ്രവർത്തക സമിതി അംഗം മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, ജമാഅത്ത് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP മുഹമ്മദ്, SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ, വിമൻ ഇന്ത്യ മൂവ്മെന്റ് ദേശീയ വൈസ് പ്രസിഡന്റ് KK റുഹാനത്ത്, SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ റോയ് അറക്കൽ, PR സിയാദ്, സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടഞ്ചിറ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് AK സലാഹുദ്ദീൻ, SDTU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫസലുർ റഹ്മാൻ, SDPI കൊല്ലം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി സംസാരിച്ചു. SDPI സംസ്ഥാന സെക്രട്ടറിമാരായ അൻസാരി ഏനാത്ത്, MM താഹിർ, ട്രഷറർ AK റഷീദ് ഉമരി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അജ്മൽ ഇസ്മായിൽ, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ അഷ്റഫ് പ്രവാചമ്പലം, VM ഫൈസൽ, ജോർജ് മുണ്ടക്കയം, T നാസർ, VK ഷൗക്കത്ത് അലി, നിമ്മി നൌഷാദ്, വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി റഹാനത്ത് സുധീർ, കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർ കൃഷ്ണേന്ദു, ജില്ലാ പ്രസിഡന്റുമാരായ ശിഹാബുദ്ദീൻ മന്നാനി, മുഹമ്മദ് അനീഷ്, K റിയാസ്, CI മുഹമ്മദ് സിയാദ്, KH അബ്ദുൽ മജീദ്, അജ്മൽ K മുജീബ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാർ സംബന്ധിച്ചു. ന്യൂസ് കേരളം 24 വേണ്ടി ചാരു, ന്യൂസ് ഡെസ്ക് കൊല്ലം. ഈ രാജ്യത്തെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ രാജ്യത്ത് അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അധസ്ഥിതരായ ദളിത് സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള, ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്രമായ രാഷ്ട്രീയ പോരാട്ട ഭൂമിയിൽ അങ്ങേയറ്റം ശക്തമായി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റുകളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ അടങ്ങി നിൽക്കുകയില്ല. ഞങ്ങൾ അടങ്ങി നിൽക്കുകയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന മതം, ഈ രാജ്യത്തെ ഏത് പൗരനും അവൻ വിശ്വസിക്കുന്ന മതത്തിൽ നിലനിൽക്കാനും അത് പ്രബോധനം നടത്താനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്നുവെങ്കിൽ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ, ആ പ്രിവിലേജ് ഞങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിന് ഭരണഘടനാ വിരുദ്ധമായി ഈ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തുന്നുവെങ്കിൽ ആ നിയമനിർമ്മാണങ്ങളെ
അംഗീകരിക്കേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.